രാജ്യത്തെ ധനക്കമ്മി ഉയർന്നു. ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ രേഖപ്പെടുത്തിയത് വാർഷിക ലക്ഷ്യത്തിന്റെ 52.5%. വർദ്ധിച്ചുവരുന്ന റവന്യൂ ചെലവും അറ്റ നികുതി വരുമാനത്തിലെ മന്ദഗതിയിലുള്ള വളർച്ചയുമാണ് ധനക്കമ്മി ഉയരാനുള്ള കാരണങ്ങൾ. ഇന്ത്യയുടെ ധനക്കമ്മി ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 8 മാസങ്ങളിൽ വാർഷിക ലക്ഷ്യത്തിന്റെ 52.5%. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ രേഖപ്പെടുത്തിയ 50.7%-ത്തേക്കാൾ കൂടുതലാണിത്. വർദ്ധിച്ച റവന്യൂ ചെലവും അറ്റ നികുതി വരുമാനത്തിലെ മന്ദഗതിയിലുള്ള വളർച്ചയുമാണ് കാരണം. നവംബർ വരെയുള്ള തുടർച്ചയായ 4-ാം മാസവും റവന്യൂ ചെലവ് വർദ്ധിച്ചു. പ്രതിവർഷം 7.8% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. അതേസമയം അറ്റ നികുതി വരുമാനത്തിൽ 0.5% നേരിയ വളർച്ച മാത്രമാണ് ഉണ്ടായത്. നടപ്പ് സാമ്പത്തിക വർഷത്തെ ധനക്കമ്മി ലക്ഷ്യം GDP-യുടെ 4.9%-ആയാണ് കേന്ദ്രം കണക്കാക്കിയിരിക്കുന്നത്.